ഝാർഖണ്ഡ് പിടിക്കാൻ തയ്യാറെടുപ്പുകളുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഝാർഖണ്ഡിലെ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. വോട്ട് ബാങ്കിനായി ഹേമന്ത് സോറൻ സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അനുകൂലിക്കുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ചൂണ്ടിക്കാട്ടി. അതേസമയം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ റാഞ്ചിയിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു. ഝാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യം അധികാരം കൈയാളുന്ന ഝാർഖണ്ഡിൽ ഇക്കുറി വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി. പുലർത്തുന്നത്. ഹേമന്ത് സോറൻ സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയാകും ജനങ്ങൾ വിധിയെഴുതുക എന്നാണ് ബി.ജെ.പി. കണക്കുകൂട്ടുന്നത്. ഭരണം പിടിക്കാൻ അനുകൂലമായ സാഹചര്യമെന്നാണ് റാഞ്ചിയിൽ ചേർന്ന ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. അസം മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ ഹിമന്ത ബിശ്വ ശർമ്മ, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഒരു നിയമസഭാ സീറ്റിലേക്ക് 3 പേരുടെ വീതം പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന് ശേഷം ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി ബോർഡ് ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. कल दिल्ली में बैठक है, उसका बाद हमारे पार्लियामेंट्री बोर्ड बैठेगा, उसका बाद सूची निकालेगा. सो ये मुश्किल लगता है कि कम से कम यह 7 दिन का एक प्रक्रिया रहेगा. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കാരണം ഝാർഖണ്ഡിന്റെ ജനസംഖ്യാക്രമം അതിവേഗം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ഝാർഖണ്ഡിൽ NRC നടപ്പാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. बांग्लादेशी घुसपैठियों के कारण यहाँ की डेमोग्राफी तेजी से परिवर्तित हो रही है. हम झारखंड में NRC लागू करेंगे, नागरिकता का रजिस्टर बनेगा जिसमें स्थानीय निवासी रजिस्टर होंगे और जो घुसपैठिए हैं उनको चुन चुन के बाहर निकाला जाएगा. ये हमारा संकल्प है. ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായ കേസുകൾ എടുത്തുകാട്ടി ബി.ജെ.പി. വ്യാപക പ്രതിഷേധത്തിലാണ്. ജനം, ഡൽഹി.